മേരി, വിളിച്ചാ കേൾക്കത്തില്ല. ജെയിംസാണ് സംസാരിക്കുന്നത്. ആര്? മോളി, പാലയിലെ കോള്, നിന്റെ മമ്മി തന്നെ. മോളി ഇവിടെ കൊടുക്കാം. ഹായ് മമ്മി. കൊണ്ടുവന്നോ? ഡാഡി ഡൽഹിയിൽ നിന്ന് 5 ബെൻസ് കാർ കൊണ്ടുവന്നു. എന്നാ? ഓ ഫൈൻ. ഇങ്ങോട്ട് കൊണ്ടുവാ, ഇവിടെ ഉള്ളവരൊന്ന് കാണട്ടെ. അലക്സിച്ചാനും ചേട്ടത്തി വന്നും തോന്നുന്നു. എന്താടാ മോനെ? അപ്പ അടുത്ത 15-ാം തീയതി മോന്റെ പിറന്നാളാ. ആഹാ, നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിച്ചോളാം. അത് കോഴിക്കോട്ട് വെച്ച് അവിടുത്തെ ഫ്രണ്ട്സിനെ ധാരാളം വിളിക്കാനുള്ളതാ. അവരെങ്ങോട്ട് വിളിച്ചോ, നമ്മുടെ തോട്ടവും ബംഗ്ലാവും ഒക്കെ അവിടുന്ന് കാണട്ടെ. എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചണയിപ്പിച്ചത്? അലക്സോട്ട് ഷേളിയും വന്നിട്ടുണ്ട്. അതിന് ഞാൻ അവരെ പൊന്നും കുറിച്ച് മുത്തുകടം കൊണ്ട് സ്വീകരിക്കണം. അപ്പനൊരു കാര്യം. നിനക്കാണോ വക്കാലത്ത്? ഉറങ്ങാനും സമ്മതിക്കത്തില്ല, നാശം. പോയില്ലേ മീന്ന്? വിദേശത്തേക്ക് ഈട്ടിയും തേക്കും കയറ്റി വയ്ക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് എനിക്ക് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയതെന്ന് അറിയാമോ? അത് അപ്പന്റെയോ ഇവിടെ ഇരിക്കുന്ന മാത്തുക്കുട്ടിയുടെ മെടുക്കൊണ്ടല്ല, എന്റെ ഫാദറിലോ കാശ് മുടക്കിയ. നിന്റെ ആരാടാ മുടക്കിയ? ഫാദറിലോ, എന്റെ ഷെർലിയുടെ പപ്പ. ഓ, കുഞ്ഞച്ചൻ. അത് ശരി. എടാ, ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇവിടുന്ന് എത്ര രൂപ പറ്റിയിട്ടുണ്ട്? ഇപ്പോ എത്ര ബാക്കിയുണ്ട്? മിച്ചം എന്തുണ്ട് അത് പറ. അങ്ങനെ ചോദിച്ചാൽ കോഴിക്കോട്ട് വീടെടുത്ത് കഴിയാൻ എനിക്ക് ചെലവില്ലേ? പിന്നെ പുതിയതായ ഒരു ബിസിനസ്സിന് ഇറങ്ങിയാൽ കുറെ കാശൊക്കെ പോയെന്നും വരും. കുറച്ചോ? അത് നിർത്താനാ ഞാൻ ഈ പുതിയ ഓർഡർ പിടിച്ചത്. തടി വാങ്ങാൻ കാശ് ചോദിച്ചാൽ മാത്തുക്കുട്ടി തരത്തില്ല. അവൻ ആരാ? അവനോ? അച്ചാനെന്ന് പറയടാ. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ബാക്കിയുള്ളവൻ സ്വന്തമായി 4 കാശുണ്ടാക്കണ എന്റെ അസൂയ. ഇവിടെ പട്ടിയെപ്പോലെ വാലാട്ടി അയാളുടെ പുറകെ നടക്കാൻ ഇനി എന്നെ കിട്ടില്ല. ഞാനും അപ്പന്റെ മകനല്ലേ. എടാ, ഒന്ന് പതുക്കെ പറയടാ, ഞാൻ കേട്ടാ പോരെ? മതി. എനിക്ക് കാശ് തരുമോ ഇല്ലയോ? അപ്പം പറ. അപ്പനല്ല അപ്പൂപ്പൻ പറഞ്ഞാലും ശരി, ഒരു നയാ പൈസ പോലും നിനക്ക് ഇവിടുന്ന് കിട്ടില്ല. എടാ, ഞാൻ ഇവനോടാ സംസാരിക്കുന്നത്. അപ്പനെ ഇവന് ചീത്തേക്കുന്നത്. ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ട് ഇവൻ കോഴിക്കോട്ട് പോയി താമസിക്കുന്നത്? അവിടെ ഇവന്റെയും കെട്ടിയോടെയും കളികൾ അപ്പൻ അറിയുന്നുണ്ടോ? ആണും പെണ്ണും അഴിഞ്ഞാടുന്ന ക്ലബും സർക്കിട്ടും ബാംഗ്ലൂരിൽ പോയി കിടന്നുള്ള കുതിരപ്പന്തയവും. ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നിനക്ക് നിന്റെ കെട്ടിയൊക്കെ ദൂരത്തിലേക്ക് ഞാൻ തരത്തില്ല. അതിനാരും ശുപാർശയ്ക്ക് വരികയും വേണ്ട. അപ്പം കേട്ടല്ലോ, ഞങ്ങൾ ക്ലബിൽ അഴിഞ്ഞാടുകയാണെന്ന്. എന്നെ കുറിച്ച് എന്നും പറഞ്ഞോട്ടെ, ഒരു തറവാട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നോളാം എന്റെ ഷേർലി. അവരെ കുറിച്ച് വേണ്ടാത്ത തെറിയൊക്കെ പറഞ്ഞിട്ടും അപ്പം കേട്ടോണ്ട് നിൽക്കുമല്ലായിരുന്നു. ഒരു വാക്കെങ്കിലും എതിര് പറഞ്ഞോ? മോളി, ഇത് ഇവിടെ വീഡിയോ ക്ലബിൽ നിന്ന് എടുത്തതാ. ഇത് ബ്ലൂ ഫിലിമാ, മുഴുവൻ 6 സ്റ്റാക്കറിലിട്ട് കണ്ടു. താങ്ക്സ്. 2 വീഡിയോ എങ്കിലും കാണാലോ. ഇവിടെ ഇതിന് മടുത്തെടുത്തി. ഇവിടെ ആണെങ്കിൽ എന്നും വഴക്കും ബഹളവും. ദർ ഇസ് നോ ലൈഫ്, നോ കമ്പനി. ഒന്ന് സംസാരിക്കാനാണെങ്കിൽ ആകെ ഉള്ളത് മലമൂട്ടിന് വന്ന് കയറിയ വലിയെടുത്തിയ. ഒരു കൾച്ചറില്ലാത്ത ജാതി. ഷൈലി, ഇതെന്താ കുഞ്ഞിന്റെ പുറത്തൊരു തടിപ്പ്? ആയാ? യെസ് മാം. ടേക്ക് ദിസ് ചൈൽഡ് ഫ്രം ഹർ. കം ഓൺ, ഗിവ് മീ. കുഞ്ഞിനെ അങ്ങ് കൊടുത്തേക്ക് എടുത്തി. ചേട്ടത്തിയുടെ കയ്യില് അടുക്കളയിൽ അഴുക്ക് മുഴുവനുണ്ടല്ലോ. അലക്സിച്ചൻ ഇവിടെ വരുമ്പോഴല്ലേ മാത്തുക്കുട്ടി ഞാൻ ആട്ടും ചീറ്റും കേൾക്കുന്നത്? ഞാനേ ദിവസം കേട്ടുകൊണ്ടിരിക്കല്ലേ. ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്നാ മോളി എപ്പോഴും പറയുന്നത്. മാത്തുക്കുട്ടിച്ചായന്റെ ചാട്ടം നിർത്താൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. നിനക്ക് എന്നോട് നിൽക്കാൻ പറ്റും? ഇക്കാര്യത്തിൽ അലക്സിച്ചൻ പറഞ്ഞ് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാ. എന്തെന്നറിയില്ല, ഇവിടുത്തെ അനിയൻ അലക്സിനെ എന്നെ കണ്ട ചതുർത്ഥിയ. ഇപ്പൊ തന്നെ മിഴിച്ചൊരു നോട്ട. ഈ ശങ്കുണ്ണി ഇതെത്ര കണ്ടവാ. ശങ്കുണ്ണേരെ വെക്കുള്ളൂ. പിന്നെ എന്റെ മോൾ അമ്പുജോ
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്ന മാത്തൂട്ടി മുതലാളിക്ക് എന്നോട് പിണക്കാണോ അച്ഛാന്ന്? ആ വന്നോളാം. ചായ കൊണ്ടുവരട്ടെ? ആ കൊണ്ടാ. നിന്നെ ജയിലിൽ നിന്ന് വിട്ടോ അതോ ചാടിപ്പോന്നോ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്റെ അപ്പനെ കാണാൻ. മനസ്സിലായില്ലേ? വർഗീസ് ജയിലിൽ കിടന്ന് ക്ഷീണിച്ചു വരികയാണ്, പാവം. ആ ചായ അദ്ദേഹത്തിന് കൊടുത്തേക്ക്. കൊണ്ടുപോകണേ. എനിക്ക് ചായ വേണ്ട. ഇവിടെ അപ്പനല്ല കാര്യം നോക്കുന്നത്, ഞാനാ. നിനക്കെന്താ വേണ്ടത്? എന്റെ ഭൂമി. കുടികിടപ്പിനാണെങ്കിൽ അത് സർക്കാരിനോട് ചോദിക്കും. കുറെ കാലം അവരുടെ പോയി ജയിലായിരുന്നല്ലോ താമസം. അതെനിക്കറിയാമല്ലോ. എന്റെ പുരയിടം കയ്യേറിയാനെ വെട്ടിക്കൊന്നവനാണ് ഞാൻ. എന്റെ ഭൂമി പിടിച്ചെടുത്താൽ നീ എന്നി ഉറപ്പില്ലേ? പാതുകുട്ടി അപ്പനതിൽ ഇറവണ്ട. ഉണ്ടായില്ല, നമ്മുടെ തോട്ടത്തിന് അവകാശമുണ്ടെന്ന്. അവന്റെ ഒരു തുണ്ട് ഭൂമി നീ ഇവിടെ കേസ് പറ. എന്റെ അവകാശം സ്ഥാപിക്കാൻ കോടതി വേണ്ട. സത്യം അറിയാവുന്നവരുണ്ടല്ലോ ഇവിടെ. വർഗീസേ, എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഇനി ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എന്റെ ഭൂമി കൂടെ തട്ടിപ്പറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങി പോരാ പുറത്ത്. പുറത്തേക്കല്ല, എന്റെ ഭൂമിയിലേക്കാണ് ഞാൻ പോകുന്നത്. എവിടെക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വാടാ, നമുക്ക് അവിടെ വെച്ച് കാണാം. വർഗീസേ നിൽക്ക്. വർഗീസേ, നീ മാത്തുക്കുട്ടിയുമായി വഴക്കിന് പോണ്ട. നീ വേറെ എവിടെയെങ്കിലും കുറച്ച് ഭൂമി വാങ്ങിച്ചോ. അതിനുള്ള പണം ഞാൻ തന്നേക്കാം. എനിക്കതിന് സൗജന്യമൊന്നും വേണ്ട. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി എനിക്ക് കിട്ടണം. നീ വാശി പിടിക്കരുത്. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? പറ. എന്നും അനുസരിപ്പിച്ചിട്ടില്ലേ ഉള്ളൂ. വിശ്വസിച്ച് കൂടാണെന്നവരെ പോലും ചതിച്ച് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ടും പോരെ? എങ്കിൽ എന്റെ വീടും കൂടി എടുത്തോളൂ, തികയട്ടെ. എടാ, ഒന്നുകിൽ എനിക്ക് എന്റെ ഭൂമി കിട്ടണം, അല്ലെ എനിക്കൊന്നും വേണ്ട. വർഗീസേ, വിളിക്കരുത്. ഇത്രയും കാലം അവര് കൈവശം വെച്ച ഭൂമിയല്ലേ. കേസിനും കൂട്ടത്തിനും ഒക്കെ പോയാല് ഇല്ല, ഞാനത് ഉപേക്ഷിച്ചു. ഇനി ഒരു വീടും കുടുംബവും ഉണ്ടാകുന്നത് വരെ ഇവിടെ താമസിക്കും എന്റെ കൂടെ. വേണ്ട കാർക്ക. വേണം. ഈ ദേശക്കാര് മുഴുവൻ അന്നെ മറന്നെന്ന് കണക്കാക്കരുത്. ഈ ഇവിടെ വെറുതെ പാർക്കണ്ട. ഇവിടുത്തെ കാടും മലയെല്ലാം അനക്കറിയാലോ. വർഗീസ് എന്റെ കൂടെ വന്നാല് നമുക്ക് കൂപ്പിലെ പണിയെടുക്കാം, കരാറായിട്ട്. ഈ വയസ്സുകാലത്ത് 4 കായുണ്ടാക്കാൻ ഇനി അതേ ഭയ്യുള്ളൂ. ഈ പെണ്ണിനെ കെട്ടിച്ചു വിടണം. എന്തേ? ശരി. മറിയമ്മച്ചേർന്ന് ഞാനാ, വർഗീസ്. കർത്താവേ, വർഗീസ്. മക്കളെ,
ഹരിത, ഇതാരാണെന്ന് അറിയില്ലേ? വർഗീസ് ചേട്ടനാ. നിങ്ങൾ എന്തായി ചെയ്തത്? ചേട്ടാ പൊറുക്കണം. 3-4 ദിവസമായി ഈ തോപ്പിൽ കളവ് നടക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ചേട്ടൻ ഞങ്ങളോട് പൊറുക്കണം. പൊറുക്കുകയൊക്കെ ചെയ്യാം. എന്റെ വയറ് വല്ലാണ്ട് വിശക്കുന്നു. എനിക്കതിന് കഴിക്കാൻ തന്നെ. അങ്ങേര് പോയത് പിന്നെ ഒരുത്തനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കാതർക്കായിരുന്നു ഇടയ്ക്കൊരു സഹായം. ഞാനും എന്റെ മക്കളും കഷ്ടപ്പെട്ടതിന്. അപ്പം പോയാലേ ഞങ്ങൾക്ക് ദുഃഖമുള്ളൂ. കഷ്ടപ്പെട്ടത് ഞങ്ങൾ ഈ മണ്ണിലാണ്. അതുകൊണ്ടിപ്പോ എനിക്കും എന്റെ അനിയനും പുറമെ ജോലിക്ക് തണ്ടേണ്ടി വന്നില്ല. അന്ന വരാറില്ലേ? ഇല്ല. അമ്മായിയുടെ കെട്ടിയും വിടാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ വരും. ആ, വർഗീസ് എവിടെയാ താമസിക്കുന്നത്? എങ്ങും ആയിട്ടില്ല. ചേട്ടൻ ഞങ്ങളോട് താമസിക്കേ. ഞാൻ എവിടെ താമസിച്ചാലും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. പോരെ? നാട്ടിൽ നിന്ന് വന്ന ലോറക്കാര് മരപടി ഇറക്കിയോടോ? ആ ലോറുമായിട്ട് അവരെ കോഴിക്കോട്ടേക്ക് അയച്ചു മുതലാളി. എന്തടങ്ങാനാണോ ഈ കാണിച്ചത്? ബൈക്കിൽ വല്ല സ്കോഡോ പിടുത്തോണ്ടോ പറഞ്ഞിട്ടല്ലേ സുലൈമാനി ഞാൻ കൂടെ അയച്ചത്. അയ്യോ, അപ്പോഴത്തേക്കും വണ്ടി വിട്ടുപോയി മുതലാളി. കൊച്ചുമകളി ഇപ്പോഴാ വന്നത്. ചോലെവിടെ? തോക്കും എടുത്ത് കാട്ടിലേക്ക് പോയി. നായാട്ടിന് നരി ഇറങ്ങിയപ്പോ നായ്ക്ക് തൂറാൻ മുട്ടിന്ന് പറഞ്ഞു ചേരിക്ക്. ഓനും അവന്റെ തോക്കും എവിടാണ്ടാ കുറ പിടിക്കണത്? കോറ അവിടെ കിടക്കണം, കമ്മളവിടെ തപ്പിടുന്ന് പറഞ്ഞു ചേരിക്ക്. ഉതുപ്പിന് നോക്കിപ്പോഴാ എമ്മാറെ. ഇനി ഞാൻ പറഞ്ഞിട്ട് മരം എടുത്ത് വിട്ടാൽ മതി. കൊച്ചമ്മയുടെ മകൻ വന്നിട്ടുണ്ട്. ആര്? അലസ്ക? അതെ അതെ. എന്നിട്ട് ഓനെവിടെ? ആ, ഞാൻ മുകളിലേക്ക് ഇല്ലട്ടെ. അല്ല റൈറ്റേ, ഇവിടെ ആരാ ഉതുപ്പ്? ഉതുപ്പോ? ആചാര്യ പറഞ്ഞു കുട ഉതുപ്പിന് നോക്കി പിടിയടാന്ന്. ആരാ ഉതുപ്പ്? മൂസാക്ക, ഇവിടെ ഉതുപ്പെന്ന് പറഞ്ഞ വെയില, ആളല്ല. ഓഹോ, എന്നാലേ ഞങ്ങളെ തൃശ്ശൂരാ വേണം. അവിടെയുള്ള ഉതുപ്പുമാരുള്ള വെയിലാണ്. നാട് കരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ജപ്പാനിലേക്കോ ദുബായിലേക്കോ ഏത് കൊണാപ്പിലേക്കും തടി അയക്കുന്നു? ഓർഡർ പ്രകാരം തേക്കും വീട്ടി നിങ്ങളുടെ പോലും നമ്മൾ എത്തിച്ചേരും. പിന്നെ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാ. അത് ഞാൻ ഏറ്റു. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഷിപ്മെന്റ് കഴിയുന്നവരെ ഒരു അവധി തരാലോ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിരിക്കണം. വാസുവോ, വക്കീലായി തന്ന കടലാസ് കൊണ്ട് കൊടുക്ക്. ഇപ്പൊ തന്നെ നിങ്ങൾ കേൾക്കണില്ലേ? കാട്ടിലെ മരം മുറിക്കണേന് നാട്ടുകാരുടെ ലഹള. കോഴിക്കോട്ട് ഭൂമി ഒലിങ്ങിയനും വയനാട്ടിലെ ചൊരടിഞ്ഞനും ഞമ്മക്കാ കുറ്റം. ഏത് ഈ ഹമുക്കുകളൊക്കെ അറിയോ? ഭൂമിയിലെ മുകളിൽ ഇക്കണ്ട മരം മുയനും മുളച്ചു പൊങ്കിയാല് ഇതിന്റെ കനവിടിയാ താങ്ങുക. അത് ഞമ്മളെ പോലെയുള്ളവര് വെട്ടി ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കാണാനി ദുനിയാവിന്റെ ഹപ്പ് പാതാളത്തിലാവണത്. അല്ല, അത് വായിച്ചു നോക്കിയോ? ഞാൻ വായിച്ചു. ആ, പിന്നെ നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ കള്ളമരാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. റൊക്കം പണം തരുന്നില്ലല്ലോ. കണക്ക് കാണിക്കാനും പറ്റൂല. അതിനുള്ള ഏർപ്പാടാണ്. അല്ല, നിങ്ങള് എസ്റ്റേറ്റിലെ കറവറ്റി റബ്ബർ മരം മുറിച്ചു വയ്ക്കുന്ന ഒരു ഏർപ്പാടില്ലേ? എന്തായാലും പറയാ, അതിന് നമ്മൾ മുൻകൂർ തരുന്ന പണമായിട്ടാണ് ഈ രേഖ. നമ്മളൊരു ഉറപ്പിന്. ഏത്? ശരി. അപ്പോഴേ ഇതിൽ നിങ്ങൾ മാത്രം ഒപ്പിട്ടാ പോരാ. നിങ്ങൾ അപ്പൻ ചാക്കോച്ചൻ മുതലാളിന്റെ ഒരു മേലൊപ്പ് കൂടി വേണം. അത് അപ്പനോട് പറഞ്ഞാൽ? അല്ലാതെ നമ്മൾ തമ്മിലുള്ള ഈ ബിസിനസ് നടക്കൂല. ലോകം വേറെ, ബിസിനസ് വേറെ. ശരി. ആ, നീ എവിടെയായിരുന്നു? നീ തിരിച്ചോടുത്ത് കിടക്കാത്ത ജാതി. വേറെ കോഴിക്കോട്ട് വിട്ടില്ലേ? ബാപ്പ, അത് ഒന്നും പറയണ്ട. വേഗം കൂപ്പിലേക്ക് ചെന്ന് മരമുറി നിർത്താൻ പറ. നീ ചെല്ല്. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? അതെ, എന്നെ ബാപ്പ കോഴിക്കോട്ട് അയച്ചെന്തിനാന്നറിയോ? അവിടുത്തെ മില്ലിലെ ഈർച്ച നോക്കി വരാൻ. ബാപ്പനെ മരക്കച്ചവടത്തിന് ഇടുക. നന്നായിക്കണ്. ഈ കണ്ട കുണ്ടന്മാരുടെ കൂട്ടത്തിൽ കൂത്തുമറ നടക്കാൻ നിൽക്കുമല്ലോ. എന്റെ സ്നേഹിതന്മാരെ കുറ്റം പറയണ്ട. അവരൊക്കെ എന്നെക്കാൾ നല്ലവരാ. ആ, അത് പോട്ടെ. കൈനീട്ട്. എന്താ? മന്ത്രിച്ചൂതിയ മോതിര. മന്ത്രിച്ചൂതിയതോ? ഞാൻ ഇനി കല്ലായിലെ പാണ്ഡ്യാലയിലും കൂപ്പിലുമായി ചുറ്റുമ്പോ ഇതുപോലെ നിന്നെ കാണാൻ പറ്റുന്ന വരില്ല. അതിനിടയിൽ നിന്റെ മനസ്സിൽ മറ്റൊരുത്തം കടന്നുകൂടാതിരിക്കാനാ ഇത്.
ലോക്കാക്കിയത് ഈ മോതിരല്ലെങ്കിൽ. സൈനു, ഞാനൊരു തമാശ പറഞ്ഞല്ലേ? സുല്ലു സുല്ലു. ഈയക്കോൽ പോലെ തണുത്ത വിരലേലും പ്രേയാന്റെ കയ്യേന്തി പേലവാങ്കി നമ്പൂരി സ്ത്രീ ആയിട്ടും ആ പൊലയഞ്ചാത്തിനെ കല്യാണം കഴിച്ചോള്. ഉവ് ഗാന്ധർവ. തീയ വലം വെച്ചവന് നയിച്ചു തൻ പായിൽ ശയിപ്പിച്ചു താൻ ശയിച്ചാൽ. ഉണ്ണേ, ഇവിടെ വരൂ, ചോദിക്കട്ടെ. എവിടെ ആയിരുന്നു ഇയാൾ 2 ദിവസമായിട്ട്? എവിടെ ആയിരുന്നു എന്നാ ചോദിച്ചേ? അച്ഛൻ ചോദിച്ചു കേട്ടില്ലേ നീ? എന്തിനാ ചോദിക്കണേ? ഈ മടയിൽ കിടന്ന് മരവിച്ചിട്ടാ മനുഷ്യനൊന്ന് പുറത്തിറങ്ങണേ. ഇത്തിരി കാറ്റും വിളിച്ചോ കൊള്ളാൻ. ഓ, വീട്ടിന് ഉപകാരമില്ലാതെ ഊര് കണ്ട് നടക്കുകയല്ലേ നീ? നിന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൊക്കെ ഇത് തന്നെയാണോ ചെയ്യുക? അല്ല, ഇവിടെ ശൂദ്രനും പുലയനും പണിയനും ഏത് പണിയും ചെയ്യാം. എനിക്കത് കിട്ടില്ല. കണ്ടം കളയ്ക്കാനോ വേലി കെട്ടാനോ ഭാരം ചുമക്കാനോ എന്നെ ആരും വിളിക്കില്ല. എന്താ കാരണം എന്നറിയോ? 7-ാം വയസ്സിൽ ഉപനയന ദിവസം നിങ്ങൾ എന്റെ ദേഹത്ത് ചുറ്റിയിട്ടേ മുഷിഞ്ഞു മൂല. ഇല്ലം പോയി, തെരുവും പോയി, എന്നിട്ടും പുറത്തുള്ളവരെ വിളിക്കുന്നത് ഇല്ലത്ത് തിരുമേനിന്ന. പരിഹാസം അല്ലാണ്ടെന്താ? ഒക്കെ സഹിക്കാം. എന്നിട്ട് ഇവിടെ എത്തുമ്പോ വേറെ. ഉണ്ണി, നീ ആരോടെ തർക്കിക്കണേ? അച്ഛനെ വേദനിപ്പിച്ച ദൈവദോഷം കിട്ടില്ലേ നിനക്ക്? ഒക്കെ ഞാൻ സഹിച്ചോളാം. എനിക്ക് വിശക്കുന്നു. എന്താ വെച്ചാ തരിക. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിങ്ങളിവിടെ ഇരുന്ന് പഴുക്കായിരുന്നോ? അല്ലടാ, നിലവറയില് താക്കോല് കാണാനിട്ടാ. കിട്ടിയ പാൽപ്പായസമോ അടപ്രഥമനോ കൊഴുക്കട്ടയോ എന്താ അച്ഛമ്മ ഉണ്ടാക്കി തരാം. സാവിത്രി ഇല്ലേ അവിടെ? എന്റെ രാമായണം എടുത്തു തരാൻ പറയൂ. സാവിത്രി അച്ഛൻ വിളിക്കണു രാമായണം എടുത്തു കൊടുക്കാൻ. ഇന്നിവിടെ ആഹാരമൊന്നും വെച്ചിട്ടില്ലല്ലോ. വലിയ വകുപ്പുകൾക്ക് കൃഷ്ണപാട്ട് കൊടുക്കും, ചെറിയ വകുപ്പൊക്കെ മഹാഭാരതം ആവട്ടെ. എനിക്ക് ഭഗവത്ഗീതയോ നാരായണിയമോ ആരും ഉച്ചപ്പട്ടിണി കിടക്കണ്ട. വായിച്ചങ്ങോട്ട് വയറ് നിറയ്ക്കാം. അങ്ങനെ പറയരുതുണ്ണി. എന്നും കാലത്ത് നേരത്തെ എണീറ്റ് പോകും അച്ഛൻ കുടിയമ്മാട്ടെടുത്ത്. ഒന്നും കിട്ടാറില്ല. പിന്നെ എന്താ ചെയ്യാ? ആരോടെങ്കിലും വായ്പ മേടിച്ച് ഇത്തിരി കഞ്ഞി വെച്ചുകൂടായിരുന്നു നിങ്ങൾക്ക്? തിരിച്ചു കിട്ടില്ലെന്ന് പറഞ്ഞ ആരെ വായ്പ തരും? അടുപ്പിന്നത്തെ തീയിട്. ഇന്ന് തീ കൂട്ടിയിട്ടില്ല. ഹലോ, നമസ്കാരം. ഞാൻ വരണം. പിന്നെ എന്തൊക്കെ വിശേഷം? സുഖമാണല്ലോ. അലക്സിന് സ്വന്തമായിട്ടൊരു ബിസിനസ്സായി. ഇനി ജെയിംസ് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഒത്തിരുന്നാൽ മതി. ബാംഗ്ലൂരിൽ ബോട്ടിങ്ങിനുള്ള ഒരു ലൈസൻസ് ഞാൻ വിചാരിച്ചാ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. ഇദ്ദേഹം അവിടുത്തെ DFO ആണ്. അത് കൊള്ളാം. കുഞ്ഞത്ത് മുതലാളിയാണോ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്? ഇദ്ദേഹത്തിന്റെ ഇളയ മകൻ ജെയിംസ് കുട്ടിയുടെ അമ്മായിയപ്പന് അയർകുന്നം മാണി. നമസ്കാരം. മാണി സൺസ്. സാറിനെ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. ഏത് ബാറിലും വിസ്കി ആയാലും ബ്രാൻഡി ആയാലും മാണി സൺസ് അല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടത്തെ പോലെ അല്ല അവിടെ. അവിടെ നമ്മൾ 50 ലക്ഷം രൂപ ഈ ബോട്ടിലിംഗ് ബിസിനസ്സിൽ മുടക്കിയാൽ ഒറ്റ കൊല്ലം കൊണ്ട് മുടക്കിയ കാശും അതിൽ ഇരട്ടി ലാഭം കിട്ടും. അത് കിട്ടും. സർക്കാർ വരുന്ന സ്പിരിറ്റ് ഇരട്ടിക്കിരട്ടി വെള്ളം ചേർത്ത് കുപ്പിയിലാക്കി ചാരായത്തിന്റെ ലേബലിട്ട് വിൽക്കുകയല്ലേ? അപ്പൊ ലാഭം ഇരട്ടിക്കിരട്ടി കാണും. മിസ്റ്റർ ചാക്കോച്ചനൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് 50 ലക്ഷം രൂപ രൊക്കം കൊടുക്കണ്ടേ? അബ്കാരി ബിസിനസ് ഒരു തരം മുച്ചീട്ട് കളിയാണ്. ഈ തൊഴിൽ കൊണ്ട് നശിച്ച് കുത്തുവാളെടുത്തവരുണ്ടല്ലോ ഇവിടെ. ഏത് ബിസിനസ്സിനും റിസ്ക് ഉണ്ട്. അത് ചെയ്യുന്നവര് തന്റെ ഇടം വേണമെന്ന് മാത്രം. വക്കീലിന്റെ ക്ലാസ് കഴിഞ്ഞില്ലേ? ഒരിറക്കി. മാത്തുക്കുട്ടി, ജെയിംസ് പഠിപ്പുള്ളവനാ. നിന്നെ പോലെ റബ്ബറിന്റെ മുട്ടിലിരിക്കാൻ അവന് ഇഷ്ടമല്ലെങ്കിലോ? അവൻ കോളേജിൽ പോയി പഠിച്ചത് ചാരായം മാറ്റാനല്ലോ. ഉണ്ടായിട ചാക്കോച്ച, എന്റെ മോളുടെ വിഷമം ചാക്കോച്ചന് മനസ്സിലാവില്ല. ഞാൻ അവളെ വളർത്തിയതെങ്ങനെയെന്ന് അറിയാമോ? ഊട്ടിയിൽ ലോറൻസ് സ്കൂളിൽ വെച്ചാണ് ഞാൻ അവളെ പഠിപ്പിച്ചത്. അല്ലാതെ ഏതോ മലമൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നവളല്ല എന്റെ മോളി. മാണി, അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? മോളിക്ക് എന്താ ഒരു വിഷമം?
കാലാകാലം റബ്ബറിന്റെ മൂട്ടിൽ ചിരട്ടയും പിടിച്ച് നിൽക്കുന്നവർക്കത് മനസ്സിലാവില്ല. റബ്ബറിന്റെ മൂട്ടിൽ ചിരട്ട നീട്ടുന്നതിൽ നാറിയ പണിയാടാ കള്ളവച്ചോടം. ഏത് കൂട്ടി പഠിച്ചാലും കള്ളവച്ചക്കാരന്റെ മോളല്ലടാ നിന്റെ കിട്ടിയോട്. മധുകുട്ടി ചാക്കോച്ച, ഇങ്ങനെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കരുത്. ഞാൻ നാറി കള്ളുവച്ചവടക്കാരനാ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള പാലായിൽ വന്ന് എന്റെ വീട്ടിൽ നിന്ന് പെണ്ണെടുത്തതും ആ നാറി കള്ളുവച്ചവടക്കാരന്റെ ഇന്ന് 5 ലക്ഷം രൂപ സ്ത്രീധനമായി എണ്ണി വാങ്ങിച്ചതും. മണി പോട്ടെ, ക്ഷമിച്ചോളാ. കുഞ്ഞച്ച, താനാണ് എന്നെ കൊണ്ട് ഈ ബന്ധത്തിൽ കൊടുത്തത്. ഇപ്പൊ കണ്ടവരുടെ ചെറ്റത്തരം. സണ്ണി, മമ്മിയോട് വരാൻ പറ, ഇപ്പറാണ് ഇവിടെ. മണി പോട്ടെ, ക്ഷമിച്ചോളാന്ന്. ചാക്കോച്ച, കാശും പണം ഉണ്ടായാൽ കാറും ബംഗ്ലാവും ഒക്കെ വാങ്ങിക്കാം. തറവാടിത്തെ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അരുത് മാണിച്ച, പെണ്ണുങ്ങരുത്. സണ്ണി, മമ്മിയെ വിളിക്കണം. മണി പോരുത്.